ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഈസി ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പി ആയിട്ടാണ്. കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? എന്നാലും ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ. അതിപ്പം കട്ട്ലേറ്റ് ആയാലും ഏത് ഫുഡ് ഐറ്റംസ് ആയാലും. അപ്പം ഞാൻ ഓർത്തു ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈസി ഫിഷ് കട്ട്ലേറ്റ് റെസിപ്പി നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ? അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്: ഇഞ്ചി, പച്ചമുളക്, സവാള, മല്ലിയില, ഉരുളക്കിഴങ്ങ്, മുട്ട, കറിവേപ്പില, പിന്നെ ബ്രെഡ് ക്രംസ്, ഗരം മസാല, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഓയിൽ, പിന്നെ മീൻ നമുക്ക് മാംസമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ഓപ്ഷനിലാണ്. തിലോപ്പിയ എടുക്കാം, നെയ്മീൻ എടുക്കാം, ടൂണ എടുക്കാം, അയില എടുക്കാം, അങ്ങനെ ഏതാണെങ്കിലും മുള്ളു കളഞ്ഞെടുക്കാൻ പറ്റണം എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഒരു 2-2.5 കിലോ ഉള്ള ഒരു ഫുൾ ചൂരയാണ്. അതിനെ വേഗം തന്നെ നമുക്ക് മുറിച്ച് മുള്ളൊന്നും ഇല്ലാത്ത മാംസ കഷ്ണാക്കി എടുക്കാം. അപ്പം മുള്ളും തലയൊക്കെ പോയി ഹാർഡ്ലി ഒരു 500 ഗ്രാമോളമാണ് നമുക്ക് ഫിഷ് കിട്ടിയിരിക്കുന്നത്. കട്ട്ലേറ്റിന് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒട്ടും മുള്ളൊന്നും ഇല്ലാത്ത മാംസ കഷ്ണം വേണം എടുക്കാനായിട്ട്. അങ്ങനെ ഒട്ടും മുള്ളൊന്നുമില്ലാത്ത നമ്മുടെ മീൻകുട്ടനെ കഴുകി വൃത്തിയാക്കി ഒരു മൂലയ്ക്ക് വെക്കുക. എന്നിട്ട് വേഗം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. മീനിനനുസരിച്ച് വെള്ളം ഒഴിക്കണം, പക്ഷെ വെള്ളം ഒട്ടും കൂടി പോകരുത്. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ മീനിൻ്റെ വെള്ളവും ഇറങ്ങും. നമ്മുടെ കട്ട്ലേറ്റിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ്. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ട് കിട്ടത്തില്ല. എന്നിട്ട് അഥവാ വെള്ളം ഇച്ചിരി കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തുറന്നു വെച്ച് വറ്റിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ വെള്ളം തിളക്കുമ്പോഴത്തേക്കും അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക ഒന്നും കൂടി. എന്നിട്ട് നമ്മുടെ ഈ കഷ്ണമാക്കി വെച്ചേക്കുന്ന മീൻ അതിലേക്കിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അങ്ങനെ ഒരു 10 മിനിറ്റോളം നമ്മുടെ മീൻ അടച്ചു വെച്ച് വേവിച്ചു. ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ ഞാൻ പറഞ്ഞല്ലോ, വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ തുറന്ന് വെച്ച് പറ്റിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ മീനൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. വേറൊരു പാത്രത്തിലോട്ട് ഇട്ടാൽ മതി, വേഗം തന്നെ അത് ചൂടാറി കിട്ടും. എന്നിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കതിങ്ങനെ കീമയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഈ പുഴുങ്ങിയ പൊട്ടറ്റോയുടെ തൊലി കളയാനായിട്ട് ചെറു ചൂടോടെ തന്നെയാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളയാൻ കുറച്ചൊരു പാടായിരിക്കും. അതുകൊണ്ട് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ് ചെറു ചൂടുള്ളപ്പം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്ന കേട്ടോ. അതുപോലെ തന്നെ 2 മുട്ട നമ്മൾ എടുത്തിട്ടില്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ച് അതും എടുക്കണം. എന്നിട്ട് ഒട്ടും സമയം കളയാതെ വേഗം തന്നെ ഒരു പാൻ വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റുക. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. എന്നിട്ട് ഇത് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അരിഞ്ഞു വെച്ചേക്കുന്ന മല്ലിയില ഇട്ടാൽ മതി. എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികൾ ഇടുക: ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. അങ്ങനെ നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മീനും കൂടി ഇടുക. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടപ്പിൽ നിന്ന് എടുക്കുക. അടപ്പിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ചൂടാറാനായിട്ട് വെക്കണം. കാരണം നമ്മൾ കൈ കൊണ്ടാണല്ലോ ഇത് പിടിക്കുന്നത്. കൈ കൊണ്ട് പിടിക്കുമ്പോൾ ചൂടുണ്ടാകാൻ പാടില്ലല്ലോ. എന്നിട്ട് അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് ഉണ്ടാക്കിയെടുക്കുക. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിപ്പം നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഥവാ ഇച്ചിരി വെള്ളം കൂടി പോകുവാണെങ്കിൽ, ഈ പൊട്ടറ്റോടെ വെള്ളം ഇറങ്ങി അങ്ങനെ എന്തെങ്കിലും ആകുവാണെങ്കിൽ ഇച്ചിരി ബ്രെഡ് ക്രംസും കൂടി ഇട്ട് നല്ല നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിൽ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതാണ് ഈ വെള്ളം കൂടി പോയാൽ കട്ട്ലേറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പ് കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും ബ്രെഡ് ക്രാംസും എല്ലാം അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് ഇതുപോലെ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രാംസിൽ മുക്കി ചൂടായ എണ്ണയിലിട്ട് 2 സൈഡും മൊരിയിച്ചെടുക്കുമ്പം നമ്മളുടെ കട്ട്ലേറ്റ് റെഡി. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ പോലും വേണ്ട നമ്മുടെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. 2 അടപ്പിലിട്ട് വേവിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മുക്കി വറുക്കുന്ന സമയമുള്ളൂ നമ്മുടെ ഈ കട്ട്ലേറ്റിന്. നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും കൂടിയാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പൊക്കെ ഇട്ട് ഒന്ന് സെർവ് ചെയ്യാം. ഇതാണ് നമ്മ പറഞ്ഞ ഫിഷ് കട്ട്ലേറ്റ്. ഇതിൻ്റെ അകം എന്തോരം വെന്തിട്ടുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ. നല്ല
അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ. അപ്പോൾ അടുത്ത പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.